നമസ്കാരം. യാത്രക്കാരെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ റിമാൻഡിലായത് കല്ലടയുടെ 7 ജീവനക്കാരാണ്. ഗുണ്ടാ സംഘത്തിലെ 3 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. മോഷണവും പിടിച്ചുപറിയും അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ജീവനക്കാർ അകത്തായപ്പോഴും സുരേഷ് കല്ലടയെ പോലീസ് ഇതുവരെയും ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർക്കും നേതാക്കൾക്കും മാസപ്പടി കൊടുത്തുകൊണ്ടുള്ള അനധികൃത സർവീസിനെ രക്ഷിക്കാൻ ഉതകുന്ന തരത്തിൽ തന്നെയാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബംഗളൂരുവിലേക്കുള്ള യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ സുരേഷ് കല്ലട ബസ് ജീവനക്കാരായ 3 പേരെയാണ് അവസാനമായി അറസ്റ്റ് ചെയ്തത്. കേസിൽ മൊത്തം 7 പേർ ഇതോടെ അറസ്റ്റിലായിട്ടുണ്ട്. ഇവർ റിമാൻഡിലുമാണ്. എന്നാൽ മർദ്ദനം നടന്നത് ബസ് ഉടമ സുരേഷ് കുമാറിന്റെ അറിവോടെയാണെന്നാണ് സൂചന. എന്നാൽ കേസിൽ സുരേഷിനെ പോലീസ് പ്രതി ചേർക്കുന്നില്ല. മുതലാളിയെ രക്ഷിച്ചെടുത്ത ജീവനക്കാരെ ബലിയാടാക്കാനാണ് നീക്കം നടക്കുന്നത്. കൊല്ലം മൺട്രോത്തുരുത്ത് സ്വദേശി ഗിരിലാൽ, തമിഴ്നാട് തിരുച്ചിറപ്പള്ളി നാച്ചിയാർ പാളയം സ്വദേശി കുമാർ, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി വിഷ്ണു എന്നിവരാണ് ഇന്നലെ പിടിയിലായത്. തൃശൂർ കൊടകര മണപ്പുള്ളി ജിതീൻ, തിരുവനന്തപുരം സ്വദേശി ജയേഷ്, കർണാകപ്പള്ളി സ്വദേശി രാജേഷ്, പുതുച്ചേരി സ്വദേശി അൻവറുദ്ദീൻ എന്നിവരെ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ 3 പേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് അന്വേഷണം നീളില്ല. മുതലാളി അറിയാതെ ജീവനക്കാർ നടത്തിയ ഓപ്പറേഷനായിരുന്നു അടിപിടി എന്ന കല്ലട സുരേഷിന്റെ വാദം പോലീസ് അംഗീകരിക്കുകയാണ്. ഇവർക്കെതിരെ വധശ്രമവും പിടിച്ചുപറിയും അടക്കമുള്ള കുറ്റങ്ങളാണ് ആരോപിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ജീവനക്കാരെ പിടികൂടിയത്. കസ്റ്റഡിയിലുണ്ടായിരുന്ന ഒരാളെ അക്രമത്തിൽ പങ്കില്ലെന്ന് കണ്ട് വിട്ടയച്ചു. ഉടൻ ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക് കേസ് എടുക്കാനും നീക്കമുണ്ട്. അതിനിടെ നിയമവിരുദ്ധമായി സർവീസ് നടത്തുന്ന കല്ലട ബസ്സുകളുടെ ഓട്ടത്തെ വിവാദം ബാധിച്ചിട്ടില്ല. യാത്രാക്ലേശം എന്ന ന്യായം പറഞ്ഞ് കല്ലടയ്ക്കെതിരെ നടപടി ഒഴിവാക്കും. ഓവർ സ്പീഡ് വരുത്തിയതിന് അടയ്ക്കാനുള്ള പിഴയും മറയ്ക്കാനാണ് നീക്കം. ഇതിനൊപ്പമാണ് കേസിൽ കല്ലട സുരേഷിനെ പ്രതിയാക്കാതിരിക്കാനുള്ള കള്ളക്കളിയും. ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട ബസ്സിലെ യാത്രക്കാരായ അജയ് ഘോഷ്, സച്ചിൻ, അഷ്കർ എന്നിവർക്കാണ് വൈറ്റിലയിൽ ഞായറാഴ്ച പുലർച്ചെയോടെ ക്രൂരമർദ്ദനമേറ്റത്. അർദ്ധരാത്രി ഹരിപ്പാടിന് സമീപം കരുവാറ്റയിൽ ബസ് തകരാറിലായി 3 മണിക്കൂറോളം പെരുവഴിയിലായിട്ടും പകരം സംവിധാനം ഏർപ്പെടുത്താത്തത് ചോദ്യം ചെയ്തതാണ് കാരണം. വൈറ്റിലയിൽ മർദ്ദനമേറ്റ യുവാക്കൾ പോലീസിനെ വിളിച്ചു വരുത്തിയിരുന്നു. എന്നാൽ പോലീസ് കാര്യമായ ഇടപെടൽ നടത്തിയില്ല. കല്ലടയുടെ സ്വാധീനമായിരുന്നു ഇതിനും കാരണം. തുടക്കത്തിൽ പരാതി കിട്ടിയപ്പോൾ ജാമ്യമുള്ള വകുപ്പ് പ്രകാരം കേസെടുത്തു. എന്നാൽ സോഷ്യൽ മീഡിയ ഇടപെട്ടതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടിയും വന്നു. അപ്പോഴും അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ വേണ്ടപ്പെട്ടവർ ശ്രമിക്കുന്നുണ്ട്. ജീവനക്കാരടങ്ങിയ സംഘം ബസ്സിനകത്തും പുറത്തും വെച്ച് 3 പേരെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സഹയാത്രികൻ ജേക്കബ് ഫിലിപ്പ് ഇതിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. അജയ് ഘോഷ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റ് 2 പേർ തമിഴ്നാട്ടിലെ ഈറോഡിൽ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. മർദ്ദനമേറ്റ 3 പേരുടെയും മൊഴി മരട് പോലീസ് ഇന്നലെ രേഖപ്പെടുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലർ ഇന്ന് ഈറോഡിലെ ആശുപത്രിയിലെത്തി സച്ചിന്റെയും അഷ്കറിന്റെയും മൊഴി രേഖപ്പെടുത്തും. ഇതോടെ അന്വേഷണം പുതിയ തലത്തിലെത്തുമെന്നാണ് സൂചന. അറസ്റ്റിലായ 7 പ്രതികളെ മർദ്ദനമേറ്റ അജയ് ഘോഷ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2 ബാഗുകളും 1 മൊബൈൽ ഫോണും പോലീസ് വീണ്ടെടുത്തു. 1 ബാഗും മൊബൈലും അജയ് ഘോഷിന്റേതാണ്. ഹരിപ്പാട് വെച്ച് ബസ് ജീവനക്കാരനെ മർദ്ദിച്ചുവെന്ന ആരോപണം അജയ് ഘോഷ് നിഷേധിച്ചു. സംഭവിച്ചത് മുഴുവൻ എഴുതി തരാൻ സച്ചിനോടും അഷ്കറിനോടും ആവശ്യപ്പെട്ടതായി DGP ലോക്നാഥ് ബെഹ്റ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ്, ഹാൾ ടിക്കറ്റ്, പ്രോജക്ട് റിപ്പോർട്ട് തുടങ്ങിയവ അടങ്ങിയ സച്ചിന്റെ ബാഗ് വീണ്ടെടുക്കാൻ പോലീസ് സഹായിക്കുമെന്നും DGP അറിയിച്ചു. ഇത്തരത്തിൽ ഉന്നത ഇടപെടലിനിടയിലും കല്ലട സുരേഷിനെ രക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. മുതലാളിയുടെ അനുമതിയില്ലാതെ ജീവനക്കാരെ ഇത്രയും വലിയ ഓപ്പറേഷന് മുതിരില്ലെന്നാണ് ഉയരുന്ന വാദം.